സംസ്ഥാനത്ത് സിനിമാ നയം രൂപീകരിക്കാനുള്ള സമിതി പുനഃസംഘടിപ്പിച്ച് സാംസ്കാരിക വകുപ്പ്. സമിതിയിലെ അംഗസംഖ്യ 10-ൽ നിന്ന് 7 ചുരുക്കി. ആരോപണം നേരിടുന്ന എം മുകേഷിനെ സമിതിയിൽ നിന്ന് ഒഴിവാക്കി. കൂടുതൽ വിവരങ്ങൾ രാഹുൽ ജി നാഥ് നൽകും. രാഹുൽ, സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കിക്കൊണ്ട് പുനഃസംഘടിപ്പിക്കുമ്പോൾ ആരൊക്കെയാണ് ഉള്ളത്? ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും? മോദി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിനിമാ കരട് നയം അത് ഈ മാസം അവസാനം തന്നെ നൽകാനുള്ള തീരുമാനമാണ് കൈക്കൊള്ളുന്നത്. കാരണം അത്തരത്തിലൊരു കരട് നയം കൊടുത്താൽ മാത്രമേ ഇപ്പം മുമ്പ് സർക്കാർ പറഞ്ഞതുപോലെ ഒരു ചർച്ചയിലേക്ക്, ഒരു കോൺക്ലേവിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. അത്തരത്തിൽ ഇതിൽ വേഗത്തിൽ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ ഈ സമിതി രൂപീകരിച്ച ഘട്ടത്തിൽ, അത് 2023 ഓഗസ്റ്റ് മാസം രൂപീകരിക്കുമ്പോൾ എം മുകേഷ് ഇതിലുണ്ടായിരുന്നതിന് ശേഷമാണ് അത്തരത്തിൽ ആരോപണങ്ങൾ വരുന്നു. പിന്നീട് തുടർന്ന് ചോദ്യം ചെയ്യലിന് വിളിക്കുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഘട്ടത്തിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉണ്ടായതാണ്. അങ്ങനെയാണ് ഒടുവിൽ പുനഃസംഘടിപ്പിക്കുമ്പോൾ എം മുകേഷ് അതിൽ നിന്ന് ഒഴിവാകുന്നത്. കൂടാതെ നടി മഞ്ജു വാര്യർ, സംവിധായകൻ രാജീവ് രവി എന്നിവർ തിരക്ക് മൂലം സമിതിയിൽ തുടരുന്നില്ല എന്ന തരത്തിൽ അവർ സ്വയം പിന്മാറിയിട്ടുണ്ട്. ഒപ്പം ഫെഫ്കയുടെ ചെയർമാനും സംവിധായകനുമായ ബി ഉണ്ണികൃഷ്ണനും അത്തരത്തിലൊരു കത്ത് നൽകിയിട്ടുണ്ട്, സമിതിയിൽ നിന്ന് മാറണമെന്ന തരത്തിൽ. അത്തരത്തിൽ സ്വയം പിന്മാറണമെന്ന് അറിയിച്ചവരും ഒപ്പം ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്നത് കൊണ്ട് എം മുകേഷിനെ അത്തരത്തിൽ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ സമിതി പുനഃസംഘടിപ്പിച്ചിട്ടുള്ളത്. സംവിധായകൻ ഷാജിയൻ കരുൺ തന്നെയാണ് ഇതിൻ്റെ ചെയർമാനായി തുടരുന്നത്. ഇതിൽ നടി നിഖില വിമലുണ്ട്, മധുപാലുണ്ട്, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറുണ്ട്. അത്തരത്തിൽ സമിതി ഇപ്പോൾ 10 അംഗത്തിൽ നിന്ന് 7 ചുരുക്കിയിട്ടുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മാസം അവസാനത്തോടുകൂടി തന്നെ സിനിമാ കരട് നയം സർക്കാർ സമർപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ശരി രാഹുൽ.